കർത്താവേ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇതിലേക്ക് പങ്കെടുത്തിന് സാന്നിധ്യം കൂടെ ഇരുന്നാണ് വനിതകൾക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ദൈവം നമ്മെ നിശ്ചയമായി അത്ഭുതകരമായി സൂക്ഷിച്ച് യാത്രയിലൊക്കെ പരിപാലിച്ച് ദൈവം നടത്തിയ എല്ലാ വഴികൾക്കായി തിരുനാമത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതുവരെയും കൂടെ ഉണ്ടായിരുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ മഹത്വവും വലിയ കൃപയും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ പരിപാലിച്ച എല്ലാ നന്മകൾക്കായി നന്ദിയോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, മനോഹരമായ നല്ല സമയത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ മാതാവിന്റെ അതേ ബോഡി വഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണ കർത്താവ് അവിടുന്ന് സഹായിച്ച എല്ലാ നന്മകൾക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ഇതിനകം സ്തോത്രം ചെയ്യും. കർത്താവെ, തുടർന്ന് പാട്ടും പ്രാർത്ഥനയെല്ലാം അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവ് അവിടുന്ന് സഹായിക്കണമേ. ഏറ്റവും അനുഗ്രഹമായി ഏറ്റവും നന്മയായി തീരുവാൻ കർത്താവ് അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ എല്ലാ നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആശ്വാസമേ ശുദ്ധന്മാരുടെ മരണം അതിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പകൽ കാലങ്ങളിൽ വചനത്തിൽ കൂടി കേൾക്കുവാനും കാണുവാനും ഒക്കെ ദൈവം സഹായിച്ചു. നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവിടെ കടന്നു വന്ന് എങ്കിലും അവിടെ വെച്ച് സമയം വൈകിപ്പോയെങ്കിൽ ഇവിടെ വെച്ച് അല്പസമയം അനുശോചന വാക്കുകൾ അറിയിക്കാൻ 2-3 ദേവദാസന്മാരുണ്ട്. അവർക്ക് സമയം വേർതിരിക്കുകയാണ്. അപ്പോൾ തന്നെ മറ്റുള്ളവർ കടന്നു വരുവാനിടയാകും. ദൈവത്തിൻ്റെ ദാസൻ രാജേഷ് അവர்கள் ഉണ്ട്. അദ്ദേഹത്തെ ക്ഷണിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രത്യാശ നിർഭരമായ ഈ ശുശ്രൂഷയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിനെ വിശ്വസിപ്പിൻ എന്ന് അരുളി ചെയ്ത അരുമനാഥൻ്റെ മാറാത്ത വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം. ബഹുമാന്യ ദേവദാസന്മാർ, പ്രത്യേകിച്ച്
ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ ഭവനം, പ്രത്യേകിച്ച് പ്രിയ ഗ്രേസി അമ്മച്ചിയെ കുറിച്ചുള്ള നല്ല അനുഭവങ്ങളും നല്ല സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കുവാൻ ദൈവം സഹായിച്ചു. കർത്താവിന്റെ ദാസന്മാരുടെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായ രീതിയിൽ ചെയ്യുവാൻ കർത്താവിന്റെ ദാസന്മാരെ ബന്ധപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രിയ മാതാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ മാതാവിന്റെ രണ്ട് മക്കളെ പ്രിയ ശിവിച്ചാനും അതുപോലെ രാമാനവും പ്രിയ കർത്താവിന്റെ ദാസി ഞങ്ങളുടെ പുതുപ്പള്ളി ചർച്ചഫോർഡ് ഫെലോഷിപ്പ് ഇന്ത്യ ദൈവസഭയുടെ മെമ്പറാണ്. പ്രിയ സാവിച്ചാനും രണ്ട് കുഞ്ഞുങ്ങളും. പ്രത്യേകിച്ച് പ്രിയ മാതാവ് പ്രിയ മകളുടെ ഭവനത്തിൽ വന്ന് പുതുപ്പള്ളി താമസിക്കുന്ന സമയത്ത് ഏകദേശം 8 മാസത്തോളം ഞങ്ങളുടെ കൂടെ സഭയിൽ ആരാധിക്കുവാനൊക്കെ വളരെ നല്ല സാക്ഷ്യങ്ങളൊക്കെ പറയുവാനും ഒരു മീറ്റിംഗ് പോലും മുടങ്ങാതെ പ്രാർത്ഥനയ്ക്കൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആ അനുഭവങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മയിൽ ഓടി വരുന്നത്. താൻ ചില വർഷങ്ങളൊക്കെ 2-3 വർഷമായി ശാരീരികമായി വളരെ ക്ലേശം സഹിച്ചെങ്കിലും വലിയവനായ ദൈവം അത്ഭുതകരമായി സൗഖ്യം കൊടുത്ത് ഇത്രത്തോളമൊക്കെ ആരോഗ്യത്തോടെ നിന്ന് ആയുസ് കൊടുത്ത് മക്കളെ കൊച്ചുമക്കളെയൊക്കെ കാണുവാൻ കർത്താവ് ഭാഗ്യം കൊടുത്തതിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ മാതാ ഇവിടെ കഴിഞ്ഞ രാത്രി ഇവിടെ ആബ്സെന്റ് ആയപ്പോൾ സ്വർഗത്തിൽ താൻ പ്രസന്റ് ആയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മാതാവിന് ഭവനത്തിൽ വെച്ചൊരു നല്ല ശുശ്രൂഷ ദൈവം തന്നു, അതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ചർച്ചഫോർഡ് ഫെലോഷിപ്പ് ഇൻ ഇന്ത്യ ദൈവസഭയുടെ പേരുള്ള എല്ലാ പ്രത്യാശയും ഞാൻ നേരുന്നു. പ്രത്യേകിച്ച് പ്രിയ ശിബിച്ചാനെയും ദാശിയും കുഞ്ഞുങ്ങളെയും അതുപോലെ കത്താൻ്റെ ദാശിയെയും ശിവാസിനെയും സാവിച്ചാനെയും മക്കളെയും കൊച്ചുമക്കളെയും പ്രിയപ്പെട്ടവരെയൊക്കെ ബന്ധുമിത്രാദികളെല്ലാം ദൈവം തൻ്റെ കൃപാലുവായ ദൈവം ഞാൻ നിങ്ങൾ ഒരു നാളും അനാഥരായി കൈവിടത്തില്ലെന്നറിയ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ട് എന്നറിയ കർത്താവിൻ്റെ പ്രത്യാശയുടെ ഭക്തിയുള്ള പുരുഷന്മാർ സ്റ്റെഫാനോസിനെ അടക്കം ചെയ്ത പോലെ ഒരു പ്രത്യാശ നിർഭരമായ അടക്കം പ്രിയ മാതാവിനെ ഒരുക്കുന്നതിന് സ്തോത്രം. ദൈവദാസന്മാർക്ക് നന്ദി പറയുന്നു. ദൈവാനിക്കും ഗോസ്ബൽ അസംബ്ലി അത്യാൽ ദൈവസഭയുടെ ശുശ്രൂഷകരായിരുന്ന പാസ്റ്റർ അനീസ് സി കെ അവർ അയൽവാസിയാണ്. അപ്പോൾ തന്നെ പ്രിയ മാതാവുമായിട്ടുള്ള അഗാധമായ ബന്ധമുണ്ട്. പ്രിയ ദൈവദാസൻ കണ്ടുപാടുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നന്ദിയുടെ സ്തോത്രം. പ്രിയ മാതാവിൻ്റെ ഹരിയോഗത്തിൽ മുഖാർത്ഥരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഒരു വലിയ പ്രത്യാശ ക്രിസ്തുവിൽ താനായിത്തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന മൃഗന്മാർക്ക് ഒരു ഭാഗ്യ പദവിയുണ്ട്. ക്രിസ്തു വെളിപ്പെടുന്ന സമയം അവരോട് കൂടെ പ്രിയ മാതാവ് കാണുമെന്നുള്ളൊരു പ്രത്യാശ ഉറപ്പുണ്ട്, ധൈര്യത്തോടെ ആയിരിക്കുന്നു. അതുകൊണ്ട് ഒരു യോബിൻ്റെ പുസ്തകത്തിൽ